താന്തോന്നിയും പെണ്ണും ഭാഗം 11. എന്താ ലക്ഷ്മി, ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ? ഭർത്താവ് ചോദിച്ചത് കേട്ടിട്ടും മറുപടി നൽകാതെ മറ്റെന്തോ ചിന്തിച്ചിരിക്കുന്നവരോടായി കുറച്ച് ശബ്ദത്തിൽ തന്നെ ചോദിച്ചു. ഞാൻ കേട്ടു. സത്യം പറയാലോ, വിദ്യാഭ്യാസവും കുടുംബമഹിമയും ഇല്ലാത്ത അവളെപ്പോലൊരു പെണ്ണിനെ എൻ്റെ മകൻ്റെ ഭാര്യയായി കാണാൻ എനിക്ക് കഴിയില്ല. അത് അവളോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല. അവളെ ഇഷ്ടമാണ്, നല്ല കുട്ടിയാണ്. പക്ഷേ എൻ്റെ മകൻ്റെ ഭാര്യയായി അംഗീകരിക്കാൻ തയ്യാറല്ല. ഒരു പക്ഷേ അതെൻ്റെ സ്വാർത്ഥതയാകാം. അവർ പറഞ്ഞു നിർത്തി. ഭർത്താവ് ഒരു ചിരിയോടെ കേട്ടിരിക്കുകയാണ്. അതാണ് കാര്യം. അപ്പോൾ അവൻ ആ കുട്ടിയെ അംഗീകരിച്ചാൽ നീ അതിനെ മരുമകളായി കാണുമോ? അദ്ദേഹം പിന്നെയും അവരുടെ മനസ്സ് അറിയാനായി ചോദിച്ചു. അത് അന്നേരത്തെ കാര്യമല്ലേ. അപ്പോൾ എന്താണോ തോന്നുന്നത് അതുപോലെ മുൻകൂട്ടി പറയാൻ എനിക്ക് കഴിയില്ല. അവർ കിടക്കയിലേക്ക് ചെരിഞ്ഞു കിടന്നതും മഹി അവരെ നോക്കി അടുത്തായി കിടന്നു. പിറ്റേ ദിവസം ആദ്യം ഉണർന്നത് ദേവനാണ്. അടുത്തിരുന്ന ഫോൺ കൈയെത്തിച്ച് എടുത്ത് സമയം നോക്കി 5:30. അവൻ എഴുന്നേറ്റ് ഫ്രഷായി ട്രാക്ക് സ്യൂട്ടും എടുത്തിട്ട് ഡോർ ലോക്ക് ചെയ്ത് പുറത്തേക്കിറങ്ങി. ഫോൺ നിർത്താതെ ബെല്ലടിക്കുന്നത് കേട്ടാണ് നല്ല ഉറക്കത്തിലായിരുന്ന പാറു ഉണർന്നത്. അവൾ ശബ്ദം കേൾക്കുന്നിടത്തേക്ക് നോക്കി. ബെഡിലിരിക്കുന്ന ദേവന്റെ ഫോണാണ്. എടുക്കണോ? അവൾ കുറേ നേരം അതിലേക്ക് നോക്കി. പിന്നെ വേണ്ട എന്ന് തീരുമാനിച്ചു. കുറച്ചു നേരം അങ്ങനെ കിടന്നു. പിന്നെ എന്തോ ഓർത്തതുപോലെ ചാടി എണീറ്റ് ബെഡിൻ്റെ മറുഭാഗത്തേക്ക് നോക്കി. ശൂന്യമായ ഇടം കണ്ട് അവൾ സംശയത്തോടെ റൂമാകെ നോക്കി. പിന്നെ ബാത്റൂമിൽ പോയി നോക്കി. എങ്ങും ദേവനെ കാണാതെ വന്നതും അവൾക്ക് ചെറിയ പേടി തോന്നി. ഈശ്വര, ഇതെവിടെ പോയി? അവൾ ടേബിളിനടുത്തേക്ക് വന്ന് നോക്കിയപ്പോൾ അതിന് മുകളിലായി ഒരു നോട്ട് പാഡിൽ എന്തോ എഴുതി തുറന്നു വച്ചിരിക്കുന്നു. പാറു അതെടുത്ത് വായിച്ചു. പേടിക്കേണ്ട, ഞാൻ ജോഗിങ്ങിന് പോകുക. അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൾ അതേ ചിരിയോടെ ഇട്ടുമാറാനുള്ളതും എടുത്ത് ബാത്റൂമിൽ കയറി. കുളിച്ചിറങ്ങിയവൾ നേരെ കിച്ചണിലേക്കാണ് പോയത്. ചായക്കുള്ള പാലെടുത്ത് കുറച്ച് വെള്ളവും ചേർത്ത് സ്റ്റവിലേക്ക് വെച്ചു. ശേഷം വാങ്ങിയ മാവെടുത്ത് ദോശയുണ്ടാക്കാൻ തുടങ്ങി. നിന്റെ ജോലി കഴിഞ്ഞെങ്കിൽ വേഗം പോയി റെഡിയാകൂ, പോകണ്ടേ? ദേവൻ ജോഗിംഗ് ഒക്കെ കഴിഞ്ഞു വന്ന് ഫ്രഷായി കിച്ചണിലേക്ക് വന്നു. ഇതെപ്പോ വന്ന്? ഞാൻ കണ്ടില്ലല്ലോ. ദേവന്റെ ശബ്ദം കേട്ട് പാറു ഒന്ന് ഞെട്ടി. പിന്നെ സാദാ പോലെ അവനെ നോക്കി ചോദിച്ചു. എന്തേ, ഞാൻ എവിടേക്കെങ്കിലും പോകുന്നതും വരുന്നതും നിന്നെ ബോധിപ്പിക്കണോ? ദേവന്റെ സംസാരത്തിലെ ടോൺ മാറിയതും പാറു പേടിയോടെ വേണ്ടെന്ന അർത്ഥത്തിൽ തലയനക്കി. ഇനി ഇവിടെ നിന്ന് ഓരോന്ന് ചിന്തിച്ചു കൂട്ടി സമയം കളയാതെ വേഗം ചെന്ന് റെഡിയാകാൻ നോക്ക്. അവളെ നോക്കി കണ്ണു കൂർപ്പിച്ചവൻ പറഞ്ഞതും പാറു വേഗം ദോശ വെച്ചിരുന്ന ഹോട്ട് ബോക്സും ചായ ഒഴിച്ചു വെച്ചിരുന്ന ഫ്ലാസ്കും എടുത്ത് ടേബിളിൽ കൊണ്ടുവച്ചു. ദേവൻ റൂമിലേക്ക് പോകുന്നത് കണ്ടതും അവൾ വേഗം കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് റെഡിയാകാൻ കയറി. അപ്പോഴേക്കും ദേവൻ ഒരുക്കമൊക്കെ കഴിഞ്ഞിരുന്നു. അവൻ പുറത്തേക്കിറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ പാറുവും റെഡിയായി വന്നു. രണ്ടുപേരും ആഹാരം കഴിച്ച് ഡോർ പൂട്ടിയിറങ്ങി. ദേവൻ ലിഫ്റ്റ് ഇറങ്ങി നേരെ ചെന്നത് വിശാലമായ കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. നീ എന്താ കയറുന്നില്ലേ? അവൻ കയറിയ കാറ് നോക്കി അന്തം വിട്ട് നിൽക്കുന്ന പാറുവിനെ കണ്ട് ഗ്ലാസ് താഴ്ത്തിയവൻ ചോദിച്ചു. അവൻ ഡോർ തുറന്നു കൊടുത്തതും അവൾ അകത്ത് കയറി. ഇത് ദേവേട്ടൻ്റെതാ? കാറിന്റെ ഉൾഭാഗം ചുറ്റി നോക്കിയവൾ. ശേഷം ചോദ്യഭാവത്തിൽ അവനെ നോക്കി. ഇതിനു മുൻപ് കണ്ടില്ലല്ലോ ഇങ്ങനെയൊന്ന്. നിഷ്കളങ്കമായ മുഖത്തോടെ തന്നെ നോക്കുന്നവളെ നോക്കി മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചു. ഇത് ഇവിടെ ഇട്ടേക്കുകയായിരുന്നു. പിന്നെ എനിക്ക് പോകാനും വരാനുമൊക്കെ ബൈക്കാണിഷ്ടം. ഓ, അങ്ങനെ. ദേവൻ കാറ് റോഡിലേക്ക് ഇറക്കുമ്പോൾ മറുപടിയും കൊടുത്തു. അതിനവൾ തലയനക്കി.
പിന്നീട് ഒന്നും തന്നെ ഇരുവരും സംസാരിച്ചിരുന്നില്ല. ഇങ്ങോട്ട് വന്നപ്പോൾ കാണാൻ കഴിയാതെ പോയ പല കാഴ്ചകളും കണ്ട് ആസ്വദിക്കുന്ന തിരക്കിലായിരുന്നു പാറു. ദേവേട്ടാ, തിരികെ വരുമ്പോൾ എന്നെ അവിടെ ഒന്ന് കൊണ്ടുപോയി കാണിക്കാമോ? എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും വന്നിട്ടില്ല. മറൈൻ ഡ്രൈവ് വാക്ക് വേ എന്നെഴുതിയ വലിയ എൻട്രൻസ് കണ്ട് കൗതുകത്തോടെ നോക്കിയവൾ. പിന്നെന്താ, പക്ഷെ ഇന്ന് വേണ്ട, പിന്നെ ഒരു ദിവസം വരാം, ദേവൻ പറഞ്ഞതും സന്തോഷത്തോടെ അവൾ തലയാട്ടി. നീ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? പ്രതീക്ഷിക്കാതെയുള്ള ദേവന്റെ ചോദ്യത്തിൽ അവളുടെ മുഖം മങ്ങി. ഞാൻ +2 വരെ പോയിട്ടുള്ളൂ. അവളുടെ മുഖം താഴ്ന്നു. ദേവേട്ടൻ വലിയ പഠിത്തമൊക്കെ ഉള്ള ആൾ, ഞാനോ? അവളും ദേവനും തമ്മിലുള്ള അന്തരം എത്രയാണെന്ന് ആ നിമിഷം ഓർത്തുപോയവൾ. അതെന്താ പിന്നീട് പഠിക്കാതിരുന്നത്? പഠിക്കാൻ മണ്ടിയായിട്ടാണോ? അവൻ ശ്രദ്ധയോടെ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അവളെ ഒന്ന് പാളി നോക്കി. ആ ചോദ്യത്തിൽ ഒരു കളിയാക്കലില്ലേ എന്ന് തോന്നി അവൾക്ക്. +2 കഷ്ടിച്ച് ജയിച്ചു, അത്ര തന്നെ. പിന്നെ ആ സമയത്താണ് അച്ഛനും അമ്മയും മരിക്കുന്നത്, ഗ്യാസ് പൊട്ടിത്തെറിച്ചിട്ട്. ഞാൻ സ്കൂളിൽ പോയത് കൊണ്ട് രക്ഷപ്പെട്ടു. പിന്നീട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനും അന്ന് അവരുടെ ഒപ്പം ഉണ്ടായിരുന്നെങ്കിലെന്ന്. കാരണം അത്രയ്ക്ക് ഞാൻ മടുത്തു ഈ ജീവിതം. അച്ഛനും അമ്മയും ഉറ്റവരും ഉടയവരും ഒന്നുമില്ലാതെ ഈ ഭൂമിയിൽ ഒറ്റയ്ക്ക് കഴിയുന്നത് ചിന്തിച്ചിട്ടുണ്ടോ ദേവേട്ടൻ? അതും ഒരു പെണ്ണായിട്ട്? കഴിയില്ല. മനസ്സിലൊന്ന് വെറുതെ പോലും ചിന്തിക്കാൻ കഴിയില്ല. ഞാനത് അനുഭവിച്ചു. ചെറുതാണെങ്കിലും എനിക്ക് സ്വന്തമെന്ന് പറയാൻ ഒരു വീടുണ്ട്. ദേവേട്ടൻ എന്നെ വേണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് പോകാനൊരിടമുണ്ട് കേട്ടോ. അവളുടെ ഉള്ളം തേങ്ങുമ്പോഴും പുറമെ അത് കാണിക്കാതെ കാര്യങ്ങൾ പറയുന്നവളെ കേട്ടിരിക്കുകയാണ് ദേവൻ. അയലത്തുള്ള ഒരു അമ്മുമ്മ വരുമായിരുന്നു രാത്രി എനിക്ക് കൂട്ടുകിടക്കാൻ. അതും കുറച്ചുനാളെ ഉണ്ടായിരുന്നുള്ളൂ. അമ്മുമ്മ അസുഖം വന്ന് മരിച്ചു. ഒറ്റയ്ക്ക് പേടിയായിരുന്നു എനിക്ക്. പഠിത്തത്തിൽ ഏറ്റവും മുന്നിലായിരുന്നു ഞാൻ. ക്ലാസ്സിലും സ്കൂളിലും പിന്നിലായി. ആകെ വല്ലാത്തൊരവസ്ഥ. എന്നെ പഠിപ്പിക്കുന്ന രാജി ടീച്ചറുടെ ഒരാളുടെ പ്രയത്നം കൊണ്ട് ഒരുവിധമെല്ലാം പഠിച്ചു. അങ്ങനെ +2 ജയിച്ചു. പിന്നെ അയലത്തുള്ള ആമിനത്താത്തയുടെ മകൻ അൻവറിക്ക മുഖേന ഇവിടെ ഒരു തുണിക്കടയിൽ കയറി. ശരിക്കും പറഞ്ഞാൽ മടുത്തുപോയി ജീവിതം. ആരുമില്ല. ടൗണിലായതുകൊണ്ട് തന്നെ ഹോസ്റ്റലിലാണ് നിന്നത്. ആളുകളുടെ മോശമായിട്ടുള്ള സംസാര രീതിയും നോട്ടവും ഒക്കെ കാണുമ്പോൾ പ്രതികരിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. എന്തോ അതിനുള്ള ധൈര്യമൊന്നും ദൈവം എനിക്ക് തന്നിട്ടില്ല. ഇക്കയുടെ ഒരാളോടുള്ള പേടി കൊണ്ടാണ് എന്നെ കടയിലുള്ളവരും ഹോസ്റ്റലിലുള്ളവരും ഒന്നും പറയാഞ്ഞത്. ഇക്ക ഇവിടെ പോലീസിലാണ്. CI അൻവർ റഷീദ് അല്ലേ, ടൗൺ നോർത്ത് സ്റ്റേഷനിലെ? അത്രയും നേരം അവളെ കേട്ടുകൊണ്ടിരുന്നവൻ പാറു പറയുന്നതിൻ്റെ ഇടയിൽ സംശയത്തോടെ ചോദിച്ചു. അതെ, ദേവേട്ടനറിയോ ഇക്കേ? ചോദിക്കുമ്പോൾ പാറുവിൻ്റെ കണ്ണുകൾ വിടർന്നു. അറിയാം. ഈ അടിയും പിടിയൊക്കെ ആയിട്ട് കുറെ സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതുകൊണ്ടറിയാം. ദേവൻ അവളെ മെല്ലെ പാളി നോക്കി. അതിനവൾ ഒന്നും മിണ്ടിയില്ല. കാറ് കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോഴാണ് വഴിയിൽ ചെക്കിങ്. ദേവന്റെ കാറിനെ കൈ കാണിച്ചതും അവൻ വണ്ടി സൈഡ് ഒതുക്കി. ഇങ്ങോട്ടിറങ്ങടാ. ഡ്യൂട്ടിയിൽ നിൽക്കുന്ന പോലീസുകാരൻ ദേവന്റെ ഭാഗത്തെ വിൻഡോയിൽ തട്ടി പറഞ്ഞതും ദേവൻ ആ പോലീസുകാരനെ ഒന്ന് നോക്കി. എന്താടാ നോക്കുന്നേ? ഇങ്ങോട്ടിറങ്ങടാ. അയാൾ പിന്നെയും ദേഷ്യത്തോടെ ദേവനെ നോക്കിയതും ദേവനും അയാളെ നോക്കി. പാറു അപ്പോഴേക്കും പേടിയോടെ ഇരുവരെയും നോക്കുന്നുണ്ടായിരുന്നു. പേടിക്കണ്ട, ഞാൻ ഇപ്പോൾ വരാം, പാറുവിനെ നോക്കി ശാന്തമായി പറഞ്ഞവർ ഡോർ തുറന്നു പുറത്തേക്കിറങ്ങി. തുടരും.